വർക്കല മണ്ണിൽ നിന്നും ഉദിച്ചുയരുന്നു ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ. ഹായ്, നമസ്കാരം. സുഖമാണോ? സുഖമാണോ? എവിടെ ഒരു എനർജി ഇല്ല കേട്ടോ. വാ, ഉഷാറായിട്ട് തുടങ്ങുമല്ലേ അല്ലേ? എന്നൊരു ഗംഭീര കയ്യടിയോടെ നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്. അപ്പോ അതാണ് 2024 ഇങ്ങനെ അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഈ 2024 തന്നെ ഏറ്റവും മനോഹരമായുള്ള ഒരു സായാഹ്നമായിട്ട് ഈ പരിപാടി നമ്മളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധത്തോടു കൂടി നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗുരുപ്രിയ TV പ്രസൻസ് GK പിള്ളൈ ഫൗണ്ടേഷൻ അവാർഡ്സ് 2024 എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഹിയർ ബിഗിൻസ് ദ ഷോ. അപ്പോൾ ഷോ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മളുടെ നാട്ടിലുള്ള കലാകാരന്മാരെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വർക്കല മുനിസിപ്പൽ ചെയർമാൻ KM ലാജി സാർ. അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വർക്കല മുനിസിപ്പൽ ചെയർമാൻ KM ലാജി സാർ, പ്ലീസ്. നമ്മൾ എനർജറ്റിക് ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ വിളിക്കുന്ന കലാകാരന്മാർക്ക് എനർജി ഉണ്ടാവുള്ളൂ, ഇവിടെ വരുന്ന പെർഫോമൻസിന് എനർജി ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ പരിപാടിയിലുടനീളം നിങ്ങളുടെ ഒരു എനർജി കയ്യടിയിലൂടെ കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സോ വെൽക്കം. വർക്കലയുടെ മണ്ണിലെ 3ാമത്തെ അവാർഡാണ് GK പിള്ളൈ സാറിൻ്റെ സ്മരണയിലുള്ള. അത് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഗംഭീരമായിട്ട് നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് വിദ്യജ്യോതി പുരസ്കാരമാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. വിദ്യജ്യോതി പുരസ്കാരത്തിന് അർഹയായ ഓമന ടീച്ചറെ നമ്മൾ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദ ഫസ്റ്റ് അവാർഡ് ഓഫ് ഗുരുപ്രിയ TV പ്രസൻസ് GK പിള്ളൈ ഫൗണ്ടേഷൻ അവാർഡ്സ് 2024 വിദ്യജ്യോതി പുരസ്കാരത്തിന് അർഹയായ ഓമന ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓമന ടീച്ചർക്കുള്ള മൊമെന്റോ കൈമാറാൻ വേണ്ടി ഞാൻ ലാജി സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരു വലിയ കൈയടി ടീച്ചർക്ക്. ഗുരുപ്രിയ TV പ്രസൻസ് GK പിള്ളൈ ഫൗണ്ടേഷൻ അവാർഡ്സ് 2024 വിദ്യജ്യോതി പുരസ്കാരം ഓമന ടീച്ചർ. താങ്ക് യു സോ മച്ച് ടീച്ചർ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് ഗുരുപ്രിയ TV പ്രസൻസ് GK പിള്ളൈ ഫൗണ്ടേഷൻസ് അവാർഡ് 2024 ജീവകാരുണ്യ പ്രവർത്തനത്തിന് അവാർഡിന് അർഹയായത് വിജയലക്ഷ്മി മാം. മാം പ്ലീസ്, കൺഗ്രാറ്റുലേഷൻസ് മാം. മാമിന് വേണ്ടിയിട്ട് അവാർഡ് കൈമാറുന്നത് KM ലാജി സാർ. ഇനി ഷോർട്ട് ഫിലിം കാറ്റഗറിയിലേക്കുള്ള അവാർഡിലേക്കാണ് അടുത്തത് കടക്കുന്നത്. ഷോർട്ട് ഫിലിം കാറ്റഗറിയിൽ മികച്ച നടിക്കുള്ള അവാർഡാണ് അടുത്തത്. ആൻഡ് ദാറ്റ് ഈസ് ഫോർ ജയശ്രീ ഗോപാലകൃഷ്ണൻ. ഷോർട്ട് ഫിലിം കാറ്റഗറിയിൽ മികച്ച നടിക്ക് അർഹയായിരിക്കുന്നത് ജയശ്രീ ഗോപാലകൃഷ്ണൻ മാം. കൺഗ്രാറ്റുലേഷൻസ് മാം വൺസ് അഗെയിൻ. ഒരു വലിയ കൈയടി. മികച്ച നടി ഷോർട്ട് ഫിലിം കാറ്റഗറിയിൽ ജയശ്രീ ഗോപാലകൃഷ്ണൻ. And moving on to the next category of awards, and which is for മികച്ച നോവൽ. മികച്ച നോവലിന് അർഹനായത് വർക്കല ദേവകുമാർ ഫോർ തർപ്പണം. കൺഗ്രാറ്റുലേഷൻസ് സർ. മികച്ച നോവലിസ്റ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വർക്കല ദേവകുമാർ സാർ ഫോർ ഹിസ് റൈറ്റിംഗ്സ് തർപ്പണം എന്ന നോവലിന് വേണ്ടി ലാൽജി സാർ സാറിനുള്ള മൊമെന്റോ കൈമാറുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് സർ. Moving on to the next category of awards, and which is for ആത്മീയ ജ്യോതി പുരസ്കാരം. 2024 ആത്മീയ ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് രാജേന്ദ്ര രാജൻ സർ. ആൻഡ് GK പിള്ളൈ ഫൗണ്ടേഷൻ അവാർഡ്സ് 2024 ആത്മീയ ജ്യോതി പുരസ്കാരത്തിന് രാജേന്ദ്ര രാജൻ സാറിന് മൊമെന്റോ കൈമാറുന്നു KM ലാജി സർ. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. അടുത്തത് നമ്മളുടെ സ്പോർട്സ് ആയിട്ട് അത്യാവശ്യം ബന്ധമുള്ള ഒരു അവാർഡാണ് അടുത്തത്. അതായത് കളറിപ്പയറ്റ് എന്ന നമ്മളുടെ സ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെയും ഈ പറയുന്ന പോലെ സ്കില്ലിനും നമ്മൾ കൊടുക്കുന്ന അവാർഡാണത്. ആൻഡ് ആ അവാർഡിന് അർഹനായത് ഡോക്ടർ S മഹേഷ്. കളറിപ്പയറ്റിലെ അദ്ദേഹത്തിൻ്റെ മികവിനാണ് അദ്ദേഹം ഈ അവാർഡിന് അർഹനായത്. കൺഗ്രാറ്റുലേഷൻസ് സർ.
അടുത്തത് ആത്മകഥയ്ക്കുള്ള കാറ്റഗറി ഓഫ് അവാർഡ്സ് ആണ് അടുത്തത്. ആൻഡ് മികച്ച ആത്മകഥയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കമൽ എച്ച് മുഹമ്മദിന്റെ ആത്മകഥ, ദാറ്റ് ഈസ് ഡയറിംഗ് പ്രിൻസ് ട്രൂത്ത് റിവീൽഡ് എന്ന ആത്മകഥയ്ക്കാണ് ഈ പുരസ്കാരം അർഹനായിരിക്കുന്നത്. സാഹിത്യ രംഗത്ത് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാൻ ഇതൊരു പ്രചോദനമാകട്ടെ. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ. കമൽ എച്ച് മുഹമ്മദ് ഫോർ ഹിസ് ഓട്ടോബയോഗ്രഫി. താങ്ക് യു സോ മച്ച് ലാൽജി സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നെയ്സി, ഒരു ദിവസം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ്, എന്തിനാണ്? ഇപ്പൊ എല്ലാവരും ഫോണിലല്ലേ കൂടുതലും. അതെ, ഫോണിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എന്തിനാ? റീൽസ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഒരു ദിവസത്തിന്റെ ചുമ്മാ ഒന്ന് ടൈം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7-8 മണിക്കൂർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ റീൽസ് കണ്ടിരുന്ന് നമ്മൾ സമയം പോകുന്നതേ അറിയാറില്ല. ഏറ്റവും കൂടുതൽ സജഷൻസ് ഏതെല്ലാം വരുന്നത് ഫുഡ് ബ്ലോഗേഴ്സിനുമാണ്. തീർച്ചയായിട്ടും കൊറോണയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സും യൂട്യൂബേഴ്സും കൂടിയിട്ടുണ്ട്. പക്ഷെ ആ ഫുഡ് ബ്ലോഗേഴ്സിനും ഈ പറയുന്ന പോലെ യൂട്യൂബേഴ്സും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് അത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത അവാർഡ് സോഷ്യൽ മീഡിയ സ്റ്റാർ അവാർഡാണ്. ഗുരുപ്രിയ TV പ്രസൻസ് GK പിള്ളൈ ഫൗണ്ടേഷൻ 2024. അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് ഈസ് ഫോർ സോഷ്യൽ മീഡിയ സ്റ്റാർ. ഓഫ് കോഴ്സ്, സർപ്രൈസ് പൊളിക്കണ്ട. എന്തായാലും സോഷ്യൽ മീഡിയ സ്റ്റാറിന്റെ അവാർഡിന് നൽകാൻ വേണ്ടിയിട്ട് ഡോക്ടർ G ജയദേവനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ G ജയദേവൻ സർ, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. സോഷ്യൽ മീഡിയ സ്റ്റാർ എന്ന പുരസ്കാരത്തിന് അർഹനായത് മിസ്റ്റർ ഷെഫ് കുര്യനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷെഫ് കുര്യനുള്ള പുരസ്കാരം ജയദേവൻ സാർ കൈമാറുന്നു. ഒരുപാട് നാളത്തെ കോൺസ്റ്റന്റ് എഫേർട്ടിന് ശേഷമാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബഹുമതിക്ക് അർഹനായത്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സർ. സർ സ്റ്റേ ബാക്ക് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു വേദിയിൽ. And moving on to the next category of award, and which is for Light of Life Award. അതെ, ആ അവാർഡിന് അർഹനായത് ഹരി നമ്പൂതിരി സർ. ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരി നമ്പൂതിരി സർ, ലൈറ്റ് ഓഫ് ലൈഫ് അവാർഡിന് അർഹനായ സാറിനെ വേദിയിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിന്നും ഉദിച്ചുയരുന്നു ഒരു ദൃശ്യചാരുത. കൺഗ്രാറ്റുലേഷൻസ് ഹരി നമ്പൂതിരി സർ. Light of Life Awards of Gurupriya TV presents GK Pilla Cinema Serial Awards 2024. Light of Life Awards goes to Hari Nambudiri sir once again, and congratulations. ഇനി ഒരു അവാർഡ് കൂടെ ബാക്കിയുണ്ട്. കോവിഡിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആയി തുടങ്ങി. എല്ലാവരും ഡോക്ടറെ കാണുന്നതാണെങ്കിലും എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. ബിക്കോസ് എല്ലാവരും കുറച്ചുകൂടെ ഇല്ലായി തുടങ്ങി. തീർച്ചയായിട്ടും ആരോഗ്യം കുറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ കൊണ്ട് കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി. തീർച്ചയായിട്ടും. അപ്പോൾ ആരോഗ്യ രംഗത്തെ ആതുര സേവനത്തിനുള്ള അവാർഡാണ് അടുത്തത്. ആൻഡ് വിച്ച് ഈസ് ഫോർ എ ബ്രാൻഡ്. ആൻഡ് അതിന് അർഹനായത് കാർഡിയാക് എഡ്യൂക്കേഷന്റെ റീജിയണൽ മാനേജർ മിസ്റ്റർ പ്രശാന്ത് മാത്യുവിനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇന്ത്യ മുഴുവൻ ഡോക്ടേഴ്സിനും നഴ്സിനും അതുപോലെ ഹൃദയസ്തംഭനമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനമാണ് കാർഡിയാക് എഡ്യൂ. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും എയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്, പൊതുജനങ്ങൾ എന്നിവർക്കും ഒരു അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ ഇവർ കൊടുത്തു വരുന്നുണ്ട്. ഒരു വലിയ നാളത്തെ സേവനമാണ് ഇവരുടെ. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. കാർഡിയാക് എഡ്യൂവിൻ്റെ റീജിയണൽ മാനേജറാണ് നമ്മൾക്കൊപ്പമുള്ളത്. സാറിന് അവാർഡ് നൽകാൻ ഞാൻ ഒരിക്കൽ കൂടെ ജയദേവൻ സാറിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ വേദിയിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മണ്ണിൽ നിന്നും ഉദിച്ചുയരുന്നു ഒരു ദൃശ്യചാരുത. ഗുരുപ്രിയ ഒരു ദൃശ്യചാരുത. ഗുരുപ്രിയ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആൻഡ് അതൊരു ആദരവാണ്. ചാമ്പ്യൻ ഓഫ് ബ്ലൂ ആൻഡ് മറൈൻടൈൻ എക്കോണമി എന്ന വിഷയത്തിൽ ഈ പറയുന്ന പോലെ കഴിവ് പ്രകടിപ്പിച്ച ആളാണ് ഡോക്ടർ നാടു വിശ്വനാഥൻ സാറിനെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ നാടു വിശ്വനാഥൻ സർ ടു ദ സ്റ്റേജ്. ആൻഡ് സാറിന് പുരസ്കാരം നൽകുവാൻ വേണ്ടി ഡോക്ടർ ഷിജുവിനെ, ദ പ്രൊഡ്യൂസർ, ചെമ്പനീർ പൂവ്, വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഡോക്ടർ നാനു വിശ്വനാഥൻ ആൻഡ് ഒപ്പം നാനു വിശ്വനാഥൻ സാറിന് പുരസ്കാരം നൽകുവാൻ ഡോക്ടർ ഷിജുവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Congratulations, sir. Thank you so much and congratulations once again, sir. And thank you, Shiju Cheta. Moving on to the next category of awards and awards കൊടുക്കുന്നതിന് വേണ്ടി വീരേശ്വരാനന്ദ സ്വാമിനെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത അവാർഡ് മികച്ച ഗവേഷണ ശാസ്ത്രജ്ഞനുള്ള അവാർഡാണ്. ആൻഡ് ഈ അവാർഡിന് അർഹനായേക്കുന്നത് സ്റ്റീഫൻ ദേവനേശൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ സ്റ്റീഫൻ ദേവനേശൻ സാർ മികച്ച ഗവേഷണ ശാസ്ത്രജ്ഞനുള്ള പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു. സാറിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ തേനീച്ചകൾക്കുണ്ടായ അജ്ഞാത രോഗത്തെക്കുറിച്ച് ഗവേഷണ പഠനത്തിൽ ഡോക്ടറേറ്റ്. നശിച്ചു പോകാൻ സാധ്യതയുള്ള തേനീച്ച കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് കർഷകർക്ക് തൊഴിൽ സാധ്യത ഒരുക്കിയ മികച്ച ഗവേഷകൻ. വെള്ളായണി കാർഷിക സർവകലാശാല തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്ര മേധാവി, മികച്ച എപ്പികൾച്ചറൽ ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്ന സ്റ്റീഫൻ ദേവനേശന് മികച്ച ഗവേഷക ശാസ്ത്രജ്ഞനുള്ള ഗുരുപ്രിയ ടിവിയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന പുരസ്കാരം. മണ്ണിൽ നിന്നും ഉദിച്ചുയരുന്നു ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ, ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ. അടുത്തത് ഷോർട്ട് ഫിലിം കാറ്റഗറിയിലേക്കുള്ള അവാർഡാണ് ആൻഡ് വിച്ച് ഇസ് ഫോർ ബെസ്റ്റ് ഡയറക്ടർ. ഷോർട്ട് ഫിലിം കാറ്റഗറിയിലെ മികച്ച സംവിധായകന് അർഹനായ കാറ്റഗറി ഓഫ് അവാർഡ്സ് ആൻഡ് വിച്ച് ഇസ് ഫോർ രാധാകൃഷ്ണൻ മംഗലത്ത് എന്ന അദ്ദേഹത്തിനാണ് മികച്ച സംവിധായകൻ ഫോർ ഹിസ് ഡയറക്ടോറിയൽ വെഞ്ചർ ഷോർട്ട് ഫിലിം കാറ്റഗറി. കൺഗ്രാറ്റുലേഷൻസ് സർ രാധാകൃഷ്ണൻ മംഗലത്ത് ഫോർ ഹിസ് ഷോർട്ട് ഫിലിം വർക്ക്. ഷോർട്ട് ഫിലിം മാത്രമല്ല ഒരുപാട് സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് രാധാകൃഷ്ണൻ മംഗലത്ത്. കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് ടെലിവിഷൻ അവാർഡ്സ് ആണ് ആൻഡ് വിച്ച് ഈസ് ഫോർ സ്പെഷ്യൽ ജൂറി അവാർഡ്. അതായത് ടെലിവിഷൻ തുറക്കുമ്പോഴൊക്കെ നമ്മളെ കുടുകുടാ ചിരിപ്പിച്ചിട്ടുള്ള കലാകാരൻ, ആ കലാകാരനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ്. പേര് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അറിയും. ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അഖിൽ കവലയൂർ. അഖിൽ കവലയൂർ ഇത് താനട പോലീസ് എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയുടെ കോലായിലേക്ക് കാലെടുത്ത് വെച്ച് മലയാള സിനിമയുടെ ഭാഗമായ അഖിൽ ഇതിനകം തന്നെ വിവിധ ചാനൽ പ്രോഗ്രാമിലൂടെ കുടുംബ പ്രേക്ഷകരുടെ മനസ്സിലേറിക്കഴിഞ്ഞു. അഖിൽ കവലയൂരിന് ഗുരുപ്രിയ ടിവിയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന സ്പെഷ്യൽ ജൂറി പുരസ്കാരം. മണ്ണിൽ നിന്നും ഉദിച്ചുയരുന്നു ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ, ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ. ചേട്ടാ പോരുത് 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 പോരുത്. ടെലിവിഷനിൽ തുടങ്ങിയപ്പോൾ സിനിമയിൽ വരെ എത്തി നിൽക്കുകയാണ് കരിയർ. ഈ ഒരു സമയത്ത് സ്പെഷ്യൽ ജൂറി അവാർഡിന് അർഹനാവുമ്പോൾ എന്താ പറയാനുള്ളത്? എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനൊരു വർക്കലക്കാരനാണ്. അപ്പോൾ ഗുരുപ്രിയ TV GK പിള്ള സിനിമ സീരിയൽ അവാർഡിൽ എന്നെയും പരിഗണിച്ച് അതിൻ്റെ പ്രിയപ്പെട്ട സംഘാടക സുഹൃത്തുക്കൾക്ക് നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് പ്രഗത്ഭരായ കലാകാരന്മാരേക്ക് ജന്മം കൊണ്ട മണ്ണാണ് വർക്കല. ആ ഒരു കൂട്ടത്തിൽ എന്നെയും സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much. And moving on to the next category of award and which is again from television. മികച്ച ഹാസ്യ താരത്തിനുള്ള അവാർഡാണ് അടുത്തത്. ഈ പറയുന്ന പോലെ ട്രിവാൻഡ്രംകാരുടെ സ്വന്തമായ ഒരാൾ, ഈ വേദിക്ക് അത്ര തന്നെ അടുപ്പമുള്ള ഒരാൾക്കാണ് ആ അവാർഡ് അർഹയാക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു സ്റ്റേജിലേക്ക് പ്രജിഷ ചേച്ചിയെ മികച്ച ഹാസ്യ താരത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടി. സ്വാമിയോട് പ്രജിഷയ്ക്കുള്ള അവാർഡ് കൈമാറാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. പതിറ്റാണ്ടുകളായി മിനി സ്ക്രീൻ രംഗത്തും ബിഗ് സ്ക്രീൻ രംഗത്തും അഭിനയ ചാതുര്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന പ്രജുഷയ്ക്ക്
സൂസു സീരിയലിലെ അഭിനയത്തിന് ഗുരുപ്രിയ ടിവിയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന മികച്ച ഹാസ്യ താരത്തിനുള്ള പുരസ്കാരം. വർക്കല മണ്ണിൽ നിന്നും GK പിള്ള ഫൗണ്ടേഷൻ അവാർഡ്സ് 2024 മികച്ച ഹാസ്യതാരം പ്രജുല ചേച്ചി. ആൻഡ് ചേച്ചി ഒരു സ്പെഷ്യൽ അവാർഡ് കൂടെ ഉണ്ട്, അത് കൊടുത്തിട്ട് നമുക്ക് ചേച്ചിയെ വിടാമെന്ന് തോന്നുന്നു. സ്വാമിയും ചേച്ചിയും കൂടെ ചേർന്ന് അടുത്ത അവാർഡ് കൊടുത്തിട്ട് പോകാം. ഓക്കെ. ആൻഡ് ആ അവാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചേച്ചിക്ക് അത്ര തന്നെ വേണ്ടപ്പെട്ട ഒരാൾക്കാണ് അവാർഡ് പോകുന്നത്. ആൻഡ് ആ അവാർഡ് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ടെലിവിഷൻ. നമ്മളുടെ ഏഷ്യാനെറ്റിലും അതുപോലെ തന്നെ സൂര്യ TV-യിലും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ മിടുക്കൻ്റെ മുഖം നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് ദ നെക്സ്റ്റ് അവാർഡ് ഇസ് ഫോർ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് 2024. പോയ വർഷത്തിലെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡാണ്. ആൻഡ് ചേച്ചിക്ക് വളരെയധികം അടുപ്പമുള്ള ഒരാളാണ് ആ അവാർഡിന് അർഹയായത്. ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗൗതം നന്ദ, ദ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്. പ്രജുല ചേച്ചിയുടെ സ്വന്തം മകനാണ്. ഒരുപാട് 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 സന്തോഷം. അമ്മയ്ക്കും മകനും ഒരേ വേദിയിൽ അംഗീകാരം സ്വർഗവാതി പക്ഷി എന്ന സീരിയലിലൂടെ പ്രേക്ഷക ലക്ഷങ്ങളുടെ മുക്തകണ്ഠ പ്രശംസ ഏറ്റുവാങ്ങിയ ബാലതാരം ഗൗതം നന്ദയ്ക്ക് ഗുരുപ്രിയ ടിവിയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം. കൺഗ്രാറ്റുലേഷൻസ് ഗൗതം നന്ദ, the best child artist 2024. പോവരുത്. ഇദ്ദേഹം നല്ലൊരു നടൻ മാത്രമല്ല, വളരെ മികച്ച ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ് അല്ലേ ചേച്ചി? ഹലോ, നമുക്ക് ഇപ്പൊ വേദിയിൽ ആരെയാണ് നമ്മളിപ്പോ അവതരിപ്പിക്കാൻ പോകുന്നത്? ആദ്യം ജനാർദ്ദനെ എടുക്കാം. ഓക്കെ. തങ്കപ്പനല്ലടാ പൊന്നപ്പൻ. അദ്ദേഹത്തിന്റെ ലിസ്റ്റ് കേട്ടാ നമ്മൾ ഞെട്ടു കേട്ടോ. ജനാർദ്ദന്റെ മാത്രമല്ല, ലിസ്റ്റ് ഇനിയില്ലേ? വേറെ ആരൊക്കെയല്ലേ? വേറെ ആരെയാ? ഇനി അടുത്ത അച്ചുമാമൻ. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ഞാൻ തന്നെയാണ്. ഒരു വലിയ കൈയ്യടി കൊടുക്കണം ഈ കൊച്ചുമിടുകന്. ബാലഗണപതി, പിന്നെ സ്വർഗവാതിൽ പക്ഷി എന്നീ ഒരുപാട് സീരിയലുകളിൽ ഈ പറയുന്ന പോലെ മുഖം കാണിച്ചിട്ടുള്ള, അഭിനയം തെളിയിച്ചിട്ടുള്ള കൊച്ചുമിടുകനാണ്. ഈ പറയുന്ന പോലെ വരുംകാല സിനിമാ ജീവിതത്തിനൊക്കെ ഒരുപാട് വാഗ്ദാനമാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. അമ്മയുടെ സാന്നിധ്യത്തിൽ 3 പേരും കൂടെ ഒരുമിച്ച് ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഗുരുപ്രിയ TV പ്രസൻസ് GK പിള്ള ഫൗണ്ടേഷൻ അവാർഡ് 2024. മികച്ച ഹാസ്യതാരം, മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റ് ഒരേ വേദിയിൽ. ഈ 2 പുരസ്കാരങ്ങളും പോകുന്നത് ഒരു വീട്ടിലേക്കാണ്. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ചേച്ചി പോകാൻ വരട്ടെ. താങ്ക് യു സ്വാമിജി, താങ്ക് യു സോ മച്ച്. സോറി സ്വാമി, ഒരിക്കൽ കൂടെ ഒന്നുകൂടെ ഒന്ന് വേദിയിൽ സ്റ്റേ ബാക്ക് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ചേച്ചി പോകാൻ വരട്ടെ. പ്രജുല ചേച്ചി ഒരു പണി കൂടെ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു അവസരത്തിൽ തരികയാണ്. നമ്മൾ അവാർഡ് വാങ്ങി അങ്ങോട്ട് ചുമ്മാ വിടുന്നില്ല. ഈ ഒരു സമയത്ത് വേദിയിൽ കോമ്പയർ ചെയ്യാൻ കൂടെ നമ്മൾ ചേച്ചിയോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനിയുള്ള അങ്ങോട്ട് ചേച്ചിയുടെ സാന്നിധ്യം ഈ പറയുന്ന പോലെ ഈ വേദിക്ക് ഭയങ്കരധികം സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. ഉറപ്പാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത അവാർഡ് ചേച്ചി അനൗൺസ് ചെയ്യും. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒത്തുചേർന്ന ഒരു വലിയ സംഘമാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിലൂടെയും ഒക്കെ എല്ലാവരും ഒത്തുചേരാറുണ്ട്. പക്ഷെ ഇന്ന് എല്ലാവരും അവാർഡ് വാങ്ങാനും അവാർഡ് വാങ്ങിയ ആൾക്കാരെ അംഗീകരിക്കാനും ആശംസിക്കാനും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്കൊരു ചെറിയ ജോലിയാണ് ഉള്ളത്. ആങ്കറിങ് എന്നുള്ളൊരു ചെറിയൊരു കടമ ഞാൻ നിർവഹിക്കാൻ പോവാണ്. നിങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ടാവണം കേട്ടോ. പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? എന്തായാലും നമുക്ക് അടുത്തൊരു അവാർഡ് നൽകാം. അടുത്ത അവാർഡ് ഒരു ടെലിഫിലിമിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡാണ്. ആ അവാർഡ് ഏറ്റുവാങ്ങുന്നതിലേക്കായി ബിജു ആനത്തലവട്ടം, അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാം, പ്ലീസ് കം.
അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്കഥയിലൂടെ ആ സംഭാഷണങ്ങളിലൂടെ അദ്ദേഹം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സ്വാമി, താങ്ക് യു വെരി മച്ച്. മികച്ച അഭിമുഖ അവതാരിക ശ്രീമതി മേഘ മാത്യു, അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വർക്കല മണ്ണിൽ നിന്നും ഉദിച്ചുയരുന്നു ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ, ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ. താങ്ക് യു വെരി മച്ച്. മികച്ച വാർത്താ അവതാരിക ഭവ്യ പാർവതി, അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വർക്കല മണ്ണിൽ നിന്നും ഉദിച്ചുയരുന്നു ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ, ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അരുൺ സാർ, ഞങ്ങളുടെ അവാർഡുകൾ ഇത്രയും തന്നെ നൽകിയതിന് താങ്ക് യു വെരി മച്ച്. ഗുരുപ്രിയ TV presents GK പിള്ള ഫൗണ്ടേഷൻ അവാർഡ്സ് 2024. ഇന്നത്തെ ഈ അവാർഡ് നിശ്ചയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ് കാറ്റഗറിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആൻഡ് വിച്ച് ഈസ് ഫോർ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ്. ഒരുപാട് സന്തോഷത്തോടെ നമ്മളുടെ ഇന്നത്തെ അവാർഡ് ഷോയുടെ ചീഫ് ഗസ്റ്റ് ഒരുപാട് സന്തോഷത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മലയാള സിനിമയിൽ നടനായും അഭിനേതാവായും തിരക്കഥാകൃത്തായും സംവിധായകനായും നമ്മെ വിസ്മയിപ്പിച്ച അതുല്യ പ്രതിഭ, ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീനിവാസൻ സർ ടു ദി സ്റ്റേജ് പ്ലീസ്. ഒരു Please welcome Sri Srinivasan sir on the stage. ശ്രീനിവാസൻ ചിരിക്കാനും ചിന്തിപ്പിക്കുവാനും മലയാളികളെ പഠിപ്പിച്ച തിരക്കഥാകൃത്ത്, തനതായ നാടൻ ശൈലിയിലൂടെ മലയാളിയുടെ മനം കവർന്ന നടൻ തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിൽ വിരാജിച്ച ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ഗുരുപ്രിയ TVയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന അവാർഡ്. ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ, ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ. കഥാപാത്രങ്ങളുടെ നമ്മളെ വിസ്മയിപ്പിച്ച അതുല്യ നടനായും സംവിധായകനായും തിരക്കഥാകൃത്തായും അദ്ദേഹം നമ്മളെ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒരുപോലെ വിസ്മയിപ്പിച്ചു, അതിശയിപ്പിച്ചു. അദ്ദേഹത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് മൊമെന്റ് ഓഫ് ദി ഡേ. സമഗ്ര സംഭാവനയ്ക്ക് ശ്രീനിവാസൻ സാറിനെ ആദരിക്കുന്ന നിമിഷം. ഗുരുപ്രിയ TV presents GK പിള്ള ഫൗണ്ടേഷൻ അവാർഡ്സ് 2024. ശ്രീനിവാസൻ സാറിന് വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരേ സമയം കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ കലാകാരൻ, ആ കലാകാരനെ ആദരിക്കുന്ന മഹനീയമായ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മുടെ നിറ സാന്നിധ്യമാണ് ശ്രീനിവാസൻ സാർ. ഈ വേദി മഹനീയമാക്കാൻ വേണ്ടി സാറിന്റെ പത്നിയെയും ഈ വേദിയിലേക്ക് ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. സാറിനുള്ള മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യാൻ സ്വാമിജിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ശ്രീനിവാസൻ സാറിനുള്ള പുരസ്കാരം കൈമാറാൻ ഞാൻ സ്വാമിജിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു കയ്യടി പ്ലീസ്. മലയാള സിനിമയുടെ നിറ സാന്നിധ്യം. Sir, congratulations, sir. നല്ലൊരു കയ്യടി പ്ലീസ്. നല്ലൊരു കയ്യടി നമ്മുടെ ശ്രീനിവാസൻ സാറിന് കൊടുക്കാം.
താങ്ക് യു സോ മച്ച് സാർ. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മലയാള സിനിമ സാറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. മലയാള സിനിമ. സാറ് മിസ് ചെയ്തോ മലയാള സിനിമയെ? അത് സംവിധായകർ അഭിനയിക്കാൻ ജനസെന്നാണല്ലേ എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. ഞാൻ അവരുടെ കണ്ടത് ഞാൻ സിനിമയിൽ നിന്ന് പുറത്തായി. ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഉടനെ തന്നെ ഇനി പ്രതീക്ഷിക്കാമല്ലോ ബിഗ് സ്ക്രീനിൽ സാറിന് അല്ലേ? ഉടനെ എന്ന് തോന്നുന്നു. അതിനുള്ള ചില കൂടാതെ നടക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം സാർ. എല്ലാവിധ ആരോഗ്യ സൗഖ്യവും ദൈവം തരട്ടെ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സാറിനൊപ്പം ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. സിനിമ സംബന്ധിയായ ഒരു കാര്യം നടക്കുമ്പോൾ 2 ദിവസം മുമ്പ് പിന്നെ ടി വിയിലും പത്രത്തിലൊക്കെ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ മരിച്ച കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സംവിധായകനായ ശ്യാം ബെനഗൽ. അദ്ദേഹം പിന്നെ അതിൻ്റെ ആദ്യത്തെ സിനിമ അങ്കൂർ എന്ന് പറയുന്ന സിനിമയായിരുന്നു. പിന്നെ മന്ഥൻ എന്ന് പറഞ്ഞ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ 7 വർഷം പിന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ചിത്രത്തിൻ്റെ സംവിധായകനായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും നല്ല നടന്മാരെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമായിരുന്നു. ഷബ്ബാന്റെ ആസ്മി, സ്മിത പട്ടേൽ, നാസറുദ്ദീൻ ഷാ. നാസറുദ്ദീൻ ഷായൊക്കെ എന്താ ആക്ടർ എന്ന് പറയുന്നത്, ഒരു ഗംഭീര ആക്ടറാണ്. അദ്ദേഹമൊക്കെ ഇവിടെ പിന്നെ ഉള്ളപ്പോൾ ഇങ്ങനെ സമഗ്ര സംഭാവനക്കൊന്നും ഞാൻ അവാർഡ് വാങ്ങിക്കാൻ വരാൻ പാടില്ല. ശരിക്കും എനിക്ക് അതിൽ കിട്ടിയ ഒരു ഭാഗ്യം, ചെറിയ ഭാഗ്യം എന്താ വെച്ചാൽ അതിലൊരാളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി. സ്മിത പട്ടേലിന്റെ കൂടെ ചിദംബരം എന്ന് നല്ലൊരു കൈയടി എടുക്കാം. അത് അന്ന് ഈ നാടിൻ്റെ അടുത്ത തന്നെ താമസിക്കുന്ന ഗോപിയേട്ടൻ, ഭരത് ഗോപിയേട്ടൻ ഇവിടെ അടുത്തല്ലേ, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ചെറിയങ്കീഴ് ഈ വർക്കല ഭാഗത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ജനിച്ച നാട്. അദ്ദേഹവും ചിദംബരത്തിലുണ്ടായിരുന്നു. അങ്ങനെ അരവിന്ദേട്ടന് ചിദംബരത്തിന് സംവിധായകൻ. ചിദംബരം ആ വർഷത്തെ ഏറ്റവും നല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ്. സ്വർണ്ണ മെഡൽ കിട്ടിയ പടമാണ്. അതിന് അഭിനയിക്കാൻ കിട്ടിയത് അവസരം എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. അരവിന്ദേട്ടൻ എന്ന് പറയുന്ന വലിയ സംവിധായകൻ മാത്രമല്ല, ഒരു വലിയ മനുഷ്യനും കൂടിയാണ്. അതുപോലുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. അരവിന്ദേട്ടൻ, അതായത് ശ്രീമാൻ നെടുമുടി വേണു, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഡിഗ്രി കഴിഞ്ഞ് ജോലിയൊന്നുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ തിരുവനന്തപുരത്ത് കറങ്ങി നടക്കുന്ന കാലത്ത് ആണ് അരവിന്ദേട്ടന് നെടുമുടി പരിചയപ്പെടുന്നത്. അപ്പോൾ പരിചയപ്പെട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നെടുമുടി പറഞ്ഞു, എനിക്ക് വിശ്വസിച്ച് ജോലിയൊന്നുമില്ലെങ്കിൽ സംസാരിച്ചപ്പോൾ, ജോലി നമുക്ക് എന്തോ പഠിച്ചതെന്ന് വെച്ചപ്പോൾ ഞാൻ മലയാളം മെയിൻ ആയിട്ട് എടുത്ത് പഠിച്ച ആളാണ്, നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ അരവിന്ദേട്ടൻ പിന്നെ അദ്ദേഹം ഒരു സ്കൂട്ടറിലാണ് സഞ്ചരിക്കുന്നത്. സ്കൂട്ടർ എടുത്ത് നേരെ പോയി കേരള കൗമുദിയെ
ഓഫീസിലേക്ക് പോയി. നെടുമുടിക്ക് അന്ന് തന്നെ ജോലി ശരിയാക്കി കൊടുത്ത കാര്യം വളരെ ആവേശത്തോടുകൂടി കൃതജ്ഞതാപൂർവ്വം നെടുമുടി എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ചിദംബരത്തിൽ അഭിനയിക്കുമ്പോഴുള്ള കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് തരാൻ പൈസ അരവിന്ദൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നീട് പൈസ ഉണ്ടായപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വേറൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വേറൊരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ അത് എന്നെ വിളിച്ചില്ല. ആ മുറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസയായിട്ട് വന്ന് അദ്ദേഹം തന്നു. എന്നെ അന്വേഷിച്ച് പറഞ്ഞില്ല. ഒറ്റ വിളി വിളിച്ചാൽ ഞാൻ എവിടെ വേണമെങ്കിലും ചെല്ലാൻ ചെയ്യാനാണ്. പക്ഷെ അതുപോലത്തെ അദ്ദേഹത്തെ പോലുള്ള മനുഷ്യരായതുകൊണ്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് സാറ് നമ്മളുടെ സിനിമയിലേക്ക് ആക്റ്റീവായിട്ട് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ അതുല്യ കലാകാരന് മനസ്സിൽ തട്ടി നമുക്കൊരു കയ്യടി കൊടുക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. എത്രയും പെട്ടെന്ന് സാറ് തീർത്തും ആരോഗ്യവാനായിട്ട് സിനിമകളിലേക്ക് വരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം സാർ. ഒരുപാട് സന്തോഷം സാറിനെ പോലുള്ള ഒരു അതുല്യ കലാകാരൻ നമ്മളുടെ വേദിയെ മഹനീയമാക്കിയതിന്. ഒരിക്കൽ കൂടെ സാറിന് കൈയടിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് പോകേണ്ട സമയമായി. ശ്രീനിവാസൻ സാറിന്റെ സാന്നിധ്യത്തിൽ തന്നെ അടുത്ത അവാർഡിനേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡാണ് അടുത്തത്. മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡിന് അർഹയായത് ഷീല ജെയിംസ്. ഷീല ജെയിംസ് മാമിനെ ഈ വേദിയിലേക്ക് ഈ സമയം സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഷീല ജെയിംസ് മികച്ച സംരംഭക 2024 ഗുരുപ്രിയ TV പ്രസൻസ് GK പിള്ള അവാർഡ്സ് 2024 മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് ഷീല ജെയിംസിന് അർഹയാകുന്നു. നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് ഷീല ജെയിംസിന്റെ വേദിയിലേക്ക് ക്ഷണിക്കാം. മാം, വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. സ്വാമിജിയോട് മാമിനുള്ള മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. മാം, ഗുരുപ്രിയ TV പ്രസൻസ് GK പിള്ള അവാർഡ്സ് 2024 മികച്ച സംരംഭക ഷീല ജെയിംസ്. അതുപോലെ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് ദിവ്യജ്യോതി പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഡോക്ടർ G ജയദേവനെയും ഈ സമയത്ത് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ദിവ്യജ്യോതി പുരസ്കാരത്തിന് അർഹനായ G ജയദേവൻ സാറിനെയും ഈ സമയത്തിൽ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സാറിനുള്ള മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യാൻ ഞാൻ സ്വാമിജിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഗുരുപ്രിയ ഡോക്ടർ ജയദേവൻ 22 വർഷം SN ട്രസ്റ്റിന്റെ ട്രഷറർ. മിഷൻ ഹോസ്പിറ്റലിന് തുടക്കം കുറിച്ചു. സമ്പൂർണാനന്ദ സ്വാമി പ്രസിഡന്റ് കാലഘട്ടത്തിൽ നഴ്സിംഗ് കോളേജിന് തറക്കല്ലിട്ടു. ഇന്നത്തെ ഹോസ്പിറ്റലിന്റെ ഈ പുരോഗതികൾക്ക് പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച പുരോഗതിയിലെത്തിച്ചു. ഹോസ്പിറ്റൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കെ തന്റെ ശമ്പളം സ്റ്റാഫിന് വീതിച്ചു കൊടുത്ത് മാതൃക കാണിച്ച ബഹുമാന വ്യക്തിത്വം. ഗുരുദേവ സന്ദേശ പ്രഭാഷകൻ കൂടിയായ ഡോക്ടർ ജയദേവന് ഗുരുപ്രിയ TVയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന ദിവ്യജ്യോതി പുരസ്കാരം. ഒരു ദൃശ്യചാരുത. താങ്ക് യു സോ മച്ച് സർ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ശ്രീനിവാസൻ സാറിന്റെ ഈ സാന്നിധ്യത്തിൽ തന്നെ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് വിച്ച് ഇസ് ഫോർ ഫിലിം ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്തിൽ പോയ വർഷം 2024 നമ്മൾ കണ്ട മികച്ച മലയാള സിനിമ ഏത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. 2024 എന്ന് പറയുന്ന വർഷത്തിൽ ഒരുപാട് നല്ല സിനിമ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചു. ആൻഡ് ഭാഗ്യവശാൽ ഭൂരിഭാഗം സിനിമകളും ഹിറ്റുകളുമായിട്ടുണ്ട്. പക്ഷെ ആ ഹിറ്റിന് ഏറ്റവും കൂടുതൽ തിളക്കം മാറുന്ന ഒരു സിനിമ 2024 സംഭവിച്ചത് ശ്രീനിവാസൻ സാറിന്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ആൻഡ് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ അത് അനൗൺസ് ചെയ്യുകയാണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം. ആൻഡ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ വിശാഖ് സുബ്രഹ്മണ്യത്തെ അവാർഡ് ഏറ്റുവാങ്ങാൻ ഞാൻ ഈ ഒരു സമയത്തിൽ ക്ഷണിക്കുന്നു. ശ്രീനിവാസൻ സാറിന്റെ സാന്നിധ്യത്തിൽ സ്വാമിജിയോട് വിശാഖ് സുബ്രഹ്മണ്യത്തിനുള്ള അവാർഡ് ഹാൻഡ് ഓവർ ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു.
2024 ഏറ്റവും മികച്ച സിനിമ വൈശാഖ് വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലൂടെ പ്രണവ് മോഹൻലാലിനെ ജനകീയ താരമായി ഉയർത്തിയ നിർമ്മാതാവ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ യുവാക്കളുടെ ഹരമായി പ്രണവിനെ മാറ്റിയ വൈശാഖ് സുബ്രഹ്മണ്യത്തിന് ഗുരുപ്രിയ ടിവിയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന മികച്ച നിർമ്മാതാവിനുള്ള പുരസ്കാരം. മക്കള മണ്ണിൽ നിന്നും വിശാഖേട്ട വേദി വിട്ടു പോകുന്നതിന് മുൻപ് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ നിർമ്മാതാവിന് ഈ ഒരു സമയത്ത് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എനിക്കിന്ന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമയായിരുന്നു. അതിൻ്റെ ഡയറക്ടർ ധ്യാനായിരുന്നു. രണ്ടാമത്തെ സിനിമ ഹൃദയം, അത് വിനീതായിരുന്നു. മൂന്നാമത്തെ പടം വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇന്നത്തെ അവാർഡ് എനിക്ക് ശ്രീനേങ്ങളും വിമലാണ്ടിയുടെ മുമ്പിലിരുന്ന് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത പടവും വിനീതിൻ്റെ കൂടെയാണ്. അടുത്ത വർഷമാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകൾ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ അടുത്ത പടവും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. വിശാഖേട്ട, അടുത്ത ഒരു അവാർഡ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡാണ്. ചേട്ടന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡാണ്. നിങ്ങളുടെ സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡാണ്. ആൻഡ് വിച്ച് ഇസ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ഓഫ് 2024. 2024 മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡാണ് അടുത്തത്. ആൻഡ് ഭാഗ്യവശാൽ നിങ്ങളുടെ സിനിമയുടെ സംഗീത സംവിധായകൻ തന്നെയാണ് ആ അവാർഡ് പോകുന്നത്. ഗാനരചന, സംഗീത സംവിധാനം, അതുപോലെ തന്നെ ഗായകൻ, ഈ 3 മേഖലയിലും ഒരുപോലെ സ്കില്ല് പ്രകടിപ്പിച്ച ആള്. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു അമൃത് രംഗനാഥ്. വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ സംഗീത സംവിധായകനാണ് ഈ വർഷത്തെ മികച്ച സംഗീത സംവിധായകനായി തിരഞ്ഞെടുക്കുന്നത്. ഒരു വലിയ കയ്യടിയോടെ നമുക്ക് അമൃത് രംഗനാഥിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. 2024 the best music director. അമൃത് രംഗനാഥ് കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബോംബെ ജയശ്രീ എന്ന അതുല്യ ഗായികയുടെ മകൾ. സംഗീത സംവിധായകൻ, ഗായകൻ, ഗാനരചയിതാവ്, ജ്ഞാപകം എന്ന വരികളിലൂടെ മലയാളത്തിന്റെ ഹൃദയം കവർന്ന ഈ കലാകാരന് ഗുരുപ്രിയ ടിവിയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന പുരസ്കാരം. മക്കള മണ്ണിൽ നിന്നും അപ്പോൾ congratulations once again. and ഈ ഒരു അവസരത്തിൽ 2 വാക്ക്. தேங்க்யூ ஸோ மச். சாரி, எனக்கு மலையாளம் கொஞ்சம் தான் பேச வரும். தமிழ்லேயே பேசுகிறேன். திஸ் இஸ் அ வெரி வெரி ஸ்பெஷல் ஆனர் ஃபார் மீ. நான் வந்து ஸ்ரீனி சாருக்கு முன்னாடி அவார்டு வாங்குறது ஒரு பெரிய பெரிய பாகியம். பட் ரியலி ஐ வாண்ட் டு தேங்க் விஷாக் ஃபார் ட்ரஸ்டிங் மீ அண்ட் கிவிங் மீ திஸ் ஆப்பர்ச்சுனிட்டி. ஸோ விஷாக், திஸ் இஸ் ஃபார் யூ. தேங்க்யூ ஸோ മച്ച്. താങ്ക് യു. അമൃതിനെ കൂടെ ഞാനൊന്ന് സ്റ്റേജിൽ സ്റ്റേ ബാക്ക് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം അടുത്ത അവാർഡ് നിങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാനും കഥ പറയാനും പറ്റുന്ന ഒരു അവാർഡിലേക്കാണ് അടുത്ത് നമ്മൾ പോകുന്നത്. 2024 മികച്ച ഗായിക ആൻഡ് ഫോർച്ചുനേറ്റ്ലി മികച്ച ഗായികയും വരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഗാനത്തിലൂടെയാണ്. ആൻഡ് ലെറ്റ് മീ കോൾ സിന്ദൂര ജിഷ്ണു ഫോർ ദ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ 2024. ഒരുപാട് സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സിന്ദൂര ജിഷ്ണു. ഒരു ദൃശ്യചാരുത ഗുരുപ്രിയ. സിന്ദൂര ജിഷ്ണു ഗൃഹാതുരത്വത്തോടെ മലയാളികളെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന പ്രേക്ഷക ലക്ഷ്യങ്ങളുടെ പ്രിയ ചലച്ചിത്രം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ ജ്ഞാപകം വരികതേ എന്ന ഗാനാലാപനത്തിന് സിന്ദൂര ജിഷ്ണുവിന് ഗുരുപ്രിയ ടിവിയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന അവാർഡ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഹിറ്റ് സോങ്ങിനാണ് സിന്ദൂര ജിഷ്ണു ഈ അവാർഡിന് അർഹയായത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ആ ഗായികയെ കിട്ടുന്ന സമയത്ത് ആ വൈറൽ ആയിട്ടുള്ള പാട്ട് പാടിക്കാതെ പോകുന്നത് ശരിയല്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ സദസ്സിന് വേണ്ടി 2 പേര്. ആദ്യത്തെ പാട്ടല്ലേ അല്ലേ? ആദ്യത്തെ പാട്ടിന് തന്നെ അവാർഡ് വാങ്ങിച്ചു അല്ലേ?
ആദ്യത്തെ പാട്ടിന് തന്നെ അവാർഡ് വാങ്ങിക്കുക, അത് ഏറ്റവും വലിയ ഹിറ്റ് ആവുക, അതൊരു പ്ലേ ബാക്ക് സിംഗറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും ഭാഗ്യമാണ്. ആൻഡ് ഈ ഒരു വേദിയിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരിക്കൽ കൂടെ നമുക്ക് വേണ്ടിയിട്ട് ആ പാട്ട് രണ്ടുപേരും മാത്രം. ഓക്കെ, താങ്ക് യു. അതേ ജ്ഞാപകം, അതേ സൗരഭം വീണ്ടും വീണ്ടും ഒരു മുறை എൻ പിഴை മറந்து നീ വന്നിട് ഉனை പിരിந்தேங்கிரே വന്നിട് വന്നിട് ഒരു മുறை എൻ പിഴை മറந்து നീ വന്നിട് இன்று நான் கேட்கிறேன் வந்திடு ஞாபகம் மோதுதே மனம் ஏங்குதே ஞாபகம் வருகுதே உள் தவிக்குதே. നമ്മളുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേവറേറ്റ് ട്രാക്കിൽ ഒരുപാട് നാളായി ഈ പാട്ട് റിപ്പീറ്റ് ആയിട്ട് ഫേവറേറ്റ് ലിസ്റ്റിൽ വന്ന് കിടക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ സോങ് മാൻ ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. ആൻഡ് വിശാഖേട്ടാ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് അടുത്ത അവാർഡിലേക്ക് പോകേണ്ട സമയമായി. 2024 ഒരുപാട് സിനിമകൾ വന്നു, ഒരുപാട് മികച്ച പെർഫോമൻസുകൾ നമ്മൾ കണ്ടു. അതിൽ മികച്ച നടി 2024 നമ്മൾ കണ്ട മികച്ച നടി ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയൊരു വിഷയമല്ല ഈ സിനിമ കൈകാര്യം ചെയ്തത്, തീർത്തും സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം. അത് ഗംഭീരമായി പെർഫോം ചെയ്ത ആ നടി 2024 മികച്ച നടിയാവുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ എനിക്കേറെ പ്രിയപ്പെട്ട ചിന്നു ചാന്ദിനിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. GK Pilla Foundation Awards 2024, the best actress Chinnu Chandani for her film Vishesham. ഗുരുപ്രിയ ചിന്നു ചാന്ദിനി നായിക സങ്കല്പങ്ങളെ തിരുത്തി കുറിച്ചുകൊണ്ട് സ്ത്രീത്വത്തിന്റെ പെൺകരുത്ത് കാണിച്ച് അഭിനയ മികവ് പുലർത്തിയ നടി. വിശേഷം എന്ന ചിത്രത്തിലെ പോലീസ് വേഷത്തിലൂടെ പ്രേക്ഷക ലക്ഷങ്ങളുടെ പ്രിയങ്കരിയായ ചിന്നു ചാന്ദിനിക്ക് മികച്ച നടിക്കുള്ള ഗുരുപ്രിയ ടിവിയുടെയും GK പിള്ള ഫൗണ്ടേഷന്റെയും പുരസ്കാരം. മക്കളമണ്ണിൽ നിന്നും ഉദിച്ചുയ ശ്രീനിവാസൻ സാറിന്റെ സാന്നിധ്യത്തിൽ സ്വാമിജിയുടെ കയ്യിൽ നിന്നും മികച്ച നടി ചിന്നു ചാന്ദിനി പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്മയത്തോടെ അഭിനയിച്ച് കയ്യടി വാങ്ങിയ നടി 2024 മികച്ച നടിയാവുന്നു ചിന്നു ചാന്ദിനി. ആൻഡ് ചിന്നു ചാന്ദിനി, വൺ മോർ അവാർഡ്സ്, പ്ലീസ് സ്റ്റേ ബാക്ക്. ഇതേ സിനിമയിലെ ഇദ്ദേഹത്തിന്റെ ഹസ്ബൻഡായി ഒരു തുടക്കക്കാരന്റെ യാതൊരുവിധ ഇൻഹിബിഷൻസും കൂടാതെ ആ കഥാപാത്രത്തെ ഏറ്റെടുത്തുകൊണ്ട് കയ്യടി നേടിയ നടൻ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്തു. ഒരേ സമയം തിരക്കഥാകൃത്തായും നടനായും അദ്ദേഹം അരങ്ങ് തെളിയിച്ചു. ഈ വർഷത്തെ മികച്ച പുതുമുഖ നടനുള്ള അവാർഡ് സ്വന്തമാക്കുന്നത് ആനന്ദ് മധുസൂദനൻ. ഒരുപാട് സ്നേഹത്തോടെ ആനന്ദ് മധുസൂദനനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2024 പുതുമുഖ നടൻ. Congratulations, Anand bro. ആ സിനിമയുടെ താങ്ങായും തണലായും വിശേഷം എന്ന സിനിമയെ മുന്നിലേക്ക് എത്തിച്ച കലാകാരൻ സർ ആനന്ദ് മധുസൂദനന് വേണ്ടിയിട്ടുള്ള പുരസ്കാരം കൈമാറാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനു മുൻപായി മികച്ച നടിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ സമയത്ത് ചിന്നു എന്താ പറയാനുള്ള? കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ ആനന്ദ് ബ്രോ. വിശേഷം എന്ന സിനിമയ്ക്കാണ് മികച്ച പുതുമുഖ നടനുള്ള അവാർഡ് സാറ് സ്വന്തമാക്കുന്നത്. താങ്ക് യു ശ്രീനി സർ. ഒരുപാട് സന്തോഷം. ഒരുപാട് കയ്യടികളോടെ നമുക്ക് ശ്രീനി ഏട്ടനെ യാത്ര അയക്കാം.
ഈ വൈകിയ മുഹൂർത്തത്തിലും നമ്മളുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. അതിലേറെ നന്ദി അർപ്പിക്കുന്നു. എനിക്കറിയാം ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചിട്ടാണ് ഈ ആരോഗ്യ പ്രശ്നമുള്ള സമയത്ത് നമ്മളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് താങ്ക് യു സോ മച്ച്. ഈ അവാർഡ് നിശ്ചയുടെ ഏറ്റവും അതുലഭ മുഹൂർത്തം ഞങ്ങൾക്ക് സമ്മാനിച്ച ശ്രീനിയേട്ടന് ഒരുപാട് നന്ദി അർപ്പിച്ചുകൊണ്ട് a large round of applause for Srini sir. Thank you so much. സോ മച്ച്. ചിന്നു ചാന്ദിനിയെ ഒരിക്കൽ കൂടെ ഞാൻ ഈ വേദിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ഫോർ ദ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സ്. ഒരിക്കൽ കൂടെ നമ്മളുടെ വേദിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടെ ചിന്നുവിനെ ക്ഷണിക്കുകയാണ്. അടുത്തൊരു അവാർഡ് വാങ്ങിക്കാനല്ല, കൊടുക്കാനാണ്. ആൻഡ് അടുത്ത അവാർഡ് മിസ് ബ്യൂട്ടി ക്വീൻ ആയി തിരഞ്ഞെടുത്ത റോഷ്മി ഷാജിയെ ആദരിക്കാൻ വേണ്ടി ഞാൻ ചിന്നുവിനെ ക്ഷണിക്കുന്നു. ഒപ്പം അവാർഡിന് അർഹയായ മിസ് ബ്യൂട്ടി ക്വീൻ റോഷ്മി ഷാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2024 മിസ് ബ്യൂട്ടി ക്വീൻ റോഷ്മി ഷാജിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് റോഷ്മി ഷാജി. ചിന്നു ചാന്ദിനിയാണ് മിസ് ബ്യൂട്ടി ക്വീനുള്ള പുരസ്കാരം കൊടുക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഒരു വലിയ കയ്യടി നമ്മളുടെ മിസ് ബ്യൂട്ടി ക്വീന്. Thank you, Chinnu. Thank you, Roshmi. Thank you so much and congratulations once again. Thank you so much, Chinnu. Thank you, Roshmi. And congratulations. അടുത്ത സെറ്റ് ഓഫ് അവാർഡ്സിലേക്ക് കടക്കാൻ അവാർഡ് നൽകുന്നതിന് വേണ്ടി വർക്കല കഹാർ ex-MLA സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒരുപാട് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വർക്കല കഹാർ സാർ ex-MLA അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് നൽകാൻ വേണ്ടിയിട്ട് ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വീണ്ടും സിനിമയിലെ മികച്ച പ്രകടനത്തിനുള്ള അവാർഡുകളാണ് ഇനി നൽകാൻ പോകുന്നത് സർ. അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സ് ആൻഡ് വിച്ച് ഇസ് ഫോർ മികച്ച സഹനടി, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ്. 2024 ഈ പറയുന്ന പോലെ ഒരുപാട് മികച്ച പ്രകടനങ്ങൾക്ക് നമ്മൾ സാക്ഷിയായിട്ടുണ്ട്. അതിൽ ആരാണ് മികച്ച സഹനടി? ഒരുപാട് വേഷങ്ങളിലൂടെ നമ്മളെ ഞെട്ടിപ്പിച്ച ഈ കഴിഞ്ഞ വർഷം റിലീസായ 2024 റിലീസായ മുറ എന്ന് പറയുന്ന സിനിമയിലും അവർ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായി. ഒരുപാട് സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മാല പാർവതി മാം ഫോർ 2024 മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി. മാല പാർവതി ഏഷ്യാനെറ്റിലെ ഉൾക്കാഴ്ച പ്രോഗ്രാമിന്റെ ആങ്കറിംഗിലൂടെ തുടക്കം കുറിച്ചു. ഷാജി കൈലാസിന്റെ ടൈഗർ എന്ന ചിത്രത്തിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് കയറിയ മാല പാർവതി മുറ എന്ന ചിത്രത്തിലെ വ്യത്യസ്തമായ അഭിനയ മികവിന് ഏറ്റവും നല്ല സഹനടിക്കുള്ള അവാർഡ്. വർക്കല മണ്ണിൽ നിന്നും ഉദിച്ചുയരുന്നു ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് സിനിമകൾ 2024 മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് നമ്മളെ വിസ്മയിപ്പിച്ച നടിയാണ്. അഭിനയം കൊണ്ട് മാത്രമല്ല
രണ്ട് വാക്ക്. ഒരുപാട് സിനിമകൾ 2024 റിലീസ് ചെയ്തു. മുറയാണ് ഏറ്റവും അവസാനം റിലീസായ സിനിമ. മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കുമ്പോൾ രണ്ട് വാക്ക്. ഇത് വലിയ അംഗീകാരമാണ്. GK പിള്ള സാറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് ലഭിച്ചതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാ സംഘാടകരോടും ഇവിടെ വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എന്നോടൊപ്പമുണ്ട്. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്തിൽ ജ്യോതിഷാണ് എന്നെ അഭിനയം പഠിപ്പിച്ച ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഈ അവാർഡ് വാങ്ങിക്കാൻ കഴിഞ്ഞത് ഏറ്റവും അധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ അവാർഡിൻ്റെ ഞാൻ മുറയുടെ ടീം അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് സംവിധായകൻ മുസ്തഫയ്ക്കും എഴുതിയ സുരേഷ് ബാബുവിനും മുഴുവൻ ടീമിലെയും ആൾക്കാർക്കും പ്രൊഡ്യൂസർക്കും എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തു. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ഇനിയും വരും വർഷങ്ങളിലും നമ്മൾ ഈ പറയുന്ന പോലെ പല പല കഥാപാത്രങ്ങളിലൂടെ നമ്മളെ വിസ്മയിപ്പിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. മാമിന് നല്ലൊരു കൈയടി കൊടുക്കാം. സാറിനോടൊന്ന് സ്റ്റേ ബാക്ക് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. കുറച്ച് അവാർഡ്സ് കൂടെ ബാക്കിയുണ്ട്. നമുക്ക് കുറച്ച് അവാർഡ്സ് കൂടെ ബാക്കിയുണ്ട്. അപ്പൊ കുറച്ച് നേരം കൂടെ നമുക്ക് അടുത്ത കാറ്റഗറി ഓഫ് അവാർഡിലേക്ക് കടക്കാം. 2024 മികച്ച എഡിറ്റർക്കുള്ള അവാർഡാണ്. നമ്മൾ തിയേറ്ററിൽ ചെന്നിരുന്ന സിനിമയായിട്ട് കാണുന്നതിൽ ഒരുപാട് പങ്കുവഹിക്കുന്ന വ്യക്തി, ദ എഡിറ്റർ, ദ ബെസ്റ്റ് എഡിറ്റർ ഓഫ് 2024. 2024 മികച്ച എഡിറ്റർ ആരാണ് എന്ന് അറിയാനുള്ള സമയം. അതെ, ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എനി ഗസസ്? ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട് 2024. അതിൽ ആര് മികച്ചത്, അതിൽ ഏറ്റവും മികച്ചത് ഏത് എന്ന് അറിയാനുള്ള സമയം. കഴിഞ്ഞ വർഷം ഒരുപാട് പുതുമകൾ ഉള്ള സിനിമകൾ റിലീസായി. അതിൽ ഏറ്റവും പുതുമയുള്ള സിനിമയായി നമ്മൾ കണ്ട ഒരു സിനിമയായിരുന്നു വാലാട്ടി. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ റിലീസായിട്ടുള്ള ആ സിനിമയിൽ ഒരുപാട് ചാലഞ്ചുകൾ ഉള്ള ഒരു ജോലിയായിരിക്കണം അതിൽ എഡിറ്റർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ഈ വർഷത്തെ മികച്ച എഡിറ്റർ ആയൂബ് ഖാൻ സാറിനെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാലാട്ടി എന്ന ചിത്രത്തിലൂടെ മികച്ച എഡിറ്ററായി ആയൂബ് ഖാൻ സാറിനെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ചുവട് വെച്ചുകൊണ്ട് തന്നെ അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് കടക്കുന്നു. മികച്ച സിനിമ ലേഖനം. ആ ലേഖനം തയ്യാറാക്കിയ ആൾ ഷാജി പട്ടിക്കര. മലയാള സിനിമയിലെ തന്നെ അറിയപ്പെടുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഈ വർഷത്തെ 2024 മികച്ച സിനിമാ ലേഖനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കുന്നു ഷാജി പട്ടിക്കര സാർ. ഷാജി പട്ടിക്കര, പ്രൊഡക്ഷൻ കൺട്രോളർ, നിർമ്മാതാവ്, ഡോക്യുമെന്ററി സംവിധായകൻ, തിരക്കഥാകൃത്ത്, സിനിമാ ലേഖകൻ തുടങ്ങി സിനിമയുടെ സമസ്ത മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഷാജി പട്ടിക്കരയ്ക്ക് സ്വീകരണമുറിയിലെ ലോകജാലകം എന്ന ലേഖനത്തിന് മികച്ച സിനിമാ ലേഖനത്തിനുള്ള ഗുരുപ്രിയ ടിവിയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന പുരസ്കാരം. ഇനി അടുത്ത പ്രസ്റ്റീജിയസ് കാറ്റഗറി ഓഫ് അവാർഡാണ്. ആൻഡ് 2024 കണ്ടൊരു സിനിമയായിരിക്കും ഇത്. തീർച്ചയായിട്ടും 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്ന്. ആൻഡ് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ കുറെ കാലമായി കാത്തിരുന്ന സിനിമ, ടോവിനോവിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച സിനിമ എന്ന് നമ്മൾ എപ്പോഴും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. യെസ്, നോ മോർ ഫർദർ ഇൻട്രൊഡക്ഷൻ. 2024 മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കുന്നത് ARM സിനിമയുടെ സംവിധായകൻ ജിതിൻ ലാൽ. ഗുരുപ്രിയ TV. ജിതിൻ ലാൽ സിനിമാ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സിനിമാ സപര്യയുമായി ARM സിനിമയിലൂടെ മലയാളത്തിന്റെ മികച്ച സംവിധാന പട്ടികയിൽ ഇടം പിടിച്ച ജിതിൻ ലാലിന് ഗുരുപ്രിയ ടിവിയും GK പിള്ള ഫൗണ്ടേഷനും നൽകുന്ന ഏറ്റവും നല്ല സംവിധായകനുള്ള പുരസ്കാരം. മക്കളമണ്ണിൽ നിന്നും ഉദിച്ചുയരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. 2024 മികച്ച സംവിധായകൻ ഗുരുപ്രിയ TV പ്രസൻസ് GK പിള്ള അവാർഡ്സ് 2024 ദ ബെസ്റ്റ് ഡയറക്ടർ.
ജിതിൻലാൽ. ഒരു പുതുമുഖ സംവിധായകന്റെ യാതൊരുവിധ എച്ചുകെട്ടലുകളും ഇല്ലാതെ ARM എന്ന സിനിമയെ പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റിയ സംവിധായകൻ. സർ, ഇത്രയും നല്ല മൂവി നമുക്ക് സമ്മാനിച്ച സാറിന് ഈ മൂവിയിലേക്ക് എത്തിയതിന്റെ 2 വാക്ക് എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഇന്റർവ്യൂവിൽ ടൊവിനോ പറഞ്ഞതായി കേട്ട് ഓരോ ദിവസവും പ്രശ്നമായിരുന്നു ലൊക്കേഷനിൽ. ഒന്നില്ലെങ്കിൽ അടുത്ത ചാലഞ്ചായിട്ട് ഒന്നിടവിട്ട് ഇങ്ങനെ ചാലഞ്ചുകൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ആ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം, ആ സംവിധായകന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം 2 വാക്ക് സർ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമസ്കാരം. ARM ഇത്രയും വലിയൊരു വിജയമാക്കി തന്നത് നിങ്ങൾ ജനങ്ങളാണ്. അപ്പം നിങ്ങൾക്കുള്ളതാണ് ഈ അവാർഡ്. എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ആദ്യത്തെ അവാർഡാണ്. ഞങ്ങളുടെ ഒരു 8 വർഷത്തെ സ്വപ്നമായിരുന്നു ഈ സിനിമ. 8 വർഷമായിട്ട് ഈ സിനിമയുടെ പുറകെ ആയിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനോടൊപ്പം പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഹാപ്പി ആവുന്നതായിരുന്നു. സോ ഭയങ്കര സന്തോഷമാണ്. ജനങ്ങൾ ഇപ്പോഴും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ 100 ദിവസം സിനിമ ഓടി, അത് വലിയ ഇതായിട്ട് നമുക്ക് 100 കോടിയെയും കാട്ടി അത്രയും ജനങ്ങൾ ഈ സിനിമ കണ്ടതിലാണ് സന്തോഷം. സർ, ഇനി പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. എല്ലാവരും സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം ചോദിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ARMന് സെക്കൻഡ് പാർട്ടുണ്ടോ? അടുത്തൊരു സിനിമ ഉണ്ട്. അതൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് തന്നെയാണ് സിനിമ ചെയ്യുന്നത്. അത് കൂടുതൽ റിവീൽ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ARM 2 ഉണ്ടായിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷയ്ക്കപ്പോ വകയുണ്ട്. ഒരു വലിയ കയ്യടി 2024 മികച്ച സംവിധായകൻ. പാർവതി ചേച്ചിയും ARMന്റെ ഭാഗമായിരുന്നു. പാർവതി ചേച്ചിയുടെ ആയിരുന്നു നറേഷനും കാര്യങ്ങളും എല്ലാം. ലാലേട്ടന്റെ ഒപ്പം അങ്ങനെ ഒരു നരേഷൻ ഈ പറയുന്ന ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പാർവതി ചേച്ചിയുടെ ശബ്ദത്തിൽ. കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു. നമ്മുടെ സാറും ഉണ്ടായിരുന്നു നമ്മുടെ രാജാവിൻ്റെ ഇതിൽ. അപ്പോൾ ഇവരൊക്കെ വീണ്ടും കുറച്ച് നാൾക്ക് ശേഷമാണ് കാണുന്നത്. ആൻഡ് താങ്ക്സ് ഫോർ ദിസ്. ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷം. ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും താങ്ക് യു സാർ. താങ്ക് യു. Thank you so much. Once again, a large round of applause for the Best Director 2024, ARMന്റെ സംവിധായകൻ ജിതിൻലാൽ. വർക്കല മണ്ണിൽ നിന്നും ഉദിച്ചുയരുന്നു ഒരു ദൃശ്യചാരുത.